റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹി വഖൈറൽ ഹദീ ഹദീ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله العلي العظيم. قال النبي صلى الله عليه وسلم خيركم من تعلم القرآن وعلمه. സഹോദരന്മാരെ, ഇന്ന് നമ്മൾ പരിശുദ്ധ ഖുർആന്റെ ഉലൂമുൽ ഖുർആനുമായി ബന്ധപ്പെട്ട ചില ആമുഖങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഖുർആനിലേക്ക് ഇന്ന് പ്രവേശിക്കുന്നില്ല. അതിലേക്ക് കടക്കുന്നതിന്റെ മുന്നോടിയായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. മദ്ഖൽ, പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40ാമത്തെ വയസ്സ് ആയ സന്ദർഭത്തിൽ നുബുവത്ത് ലഭിക്കുകയും പിന്നീട് അല്പാൽപമായിട്ട് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കി കൊടുക്കുകയും ചെയ്തു. നുബുവത്ത് ലഭിക്കുന്നതിന്റെ 6 മാസം മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ല സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു. നല്ല സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് സ്വപ്നം കണ്ടാലും അത് സൂര്യപ്രകാശം പോലെ പുലർന്നു കാണുന്ന രീതിയിലുള്ള നല്ല നല്ല സ്വപ്നങ്ങളായിരുന്നു നുബുവത്തിന്റെ മുന്നോടിയായി. അത് നുബുവത്ത് കിട്ടുന്നതിന്റെ 6 മാസം മുമ്പ് ഇതന്നെ. അതുപോലെ തന്നെ ആ സന്ദർഭം നുബുവത്ത് കിട്ടുന്നതിന് 6 മാസം മുമ്പ് മക്കയിലെ ജബൽ അബി ഖുബൈസ് മലയിൽപ്പെട്ട ഹിറാ കുന്നിൽ ഒരു ഗുഹയുണ്ട്, ഹിറാ ഗുഹ. അതിൽ പോയിട്ട് ധ്യാനത്തിലിരിക്കുന്ന, ഖൽവത്തിലിരിക്കുന്ന ഒരവസ്ഥ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പോകുമ്പോൾ ഖദീജ റളിയല്ലാഹു തആല ഭക്ഷണമൊക്കെ ഭാഗം ഉണ്ടാക്കി കയ്യിൽ കൊടുക്കും. ആ ഭക്ഷണവുമായിട്ട് കുറെ ദിവസങ്ങൾ അവിടെ ഇരിക്കും. ഭക്ഷണം കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് ഭക്ഷണം വാങ്ങി വീണ്ടും ഹിറാ ഗുഹയിലേക്ക് പോകും. ഇങ്ങനെ ഒരു 6 മാസം തുടർന്നപ്പോൾ
ഒരു ദിവസമാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്ത്? അവിടുന്ന് നബിയുടെ അടുക്കലേക്ക് അങ്ങ് വന്ന് കൂട്ടി അണച്ച് ഒന്ന് ശക്തമായിട്ട് ഒന്ന് അണച്ചു പിടിച്ചുകൊണ്ട് വിട്ടു. നമുക്ക് ബുഖാരിയുടെ ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്, അവ്വലു മാ ബുദിയ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റുഅ്യ സാദിഖത്തു ഫിൻ-നൗം. ആദ്യമായിട്ട് വഹീന്റെ പ്രാരംഭം എന്നുള്ള നിലക്ക് നല്ല സ്വപ്നങ്ങളായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന് അനുഭവപ്പെട്ടിരുന്നത്. ഫകാന ലാ യറാ റുഅ്യ ഇല്ലാ ജാഅത് മിസ്ല ഫലഖ് സുബി. പ്രകാശം പൊട്ടിവിടരുന്നത് പോലെ ആ കണ്ട സ്വപ്നം പുലർന്ന് കൊണ്ട് മാത്രമാണ് എല്ലാ സ്വപ്നങ്ങളും കണ്ടിരുന്നത്. പിന്നീട് സുമ്മ ഹുബ്ബിബ ഇലൈഹിൽ ഖലാഉ. പിന്നീട് അള്ളാഹുവിന്റെ റസൂലിന് ഏകാന്ത ഭജനമിരിക്കാൻ, ഏകാന്തവാസം അനുഷ്ഠിക്കാൻ താല്പര്യം ജനിച്ചു. അങ്ങനെ തന്റെ അബ്ദുൽ മുത്തലിബൊക്കെ തന്നെ പോയി ഇരുന്നിരുന്ന സ്ഥലമാണ് ഗാർ ഹിറ എന്ന് പറയുന്ന അബി ഖുബൈസ് അറിയപ്പെട്ടായിരിക്കുന്ന ഒരു ഭാഗമാണ് ഗാർ ഹിറ. അവിടെ പോയിട്ട് രാത്രി സമയങ്ങളിൽ എന്ത് ചെയ്ത് എത്തഹന്നസുന പിന്നെ ഭജനമിരിക്കും, ഭക്ഷണമായിട്ട് പോവും. എന്നിട്ട് എന്ത് ചെയ്യും? തിരിച്ച് വീണ്ടും ഖദീജയിലേക്ക് തിരിച്ചു വരും, വീണ്ടും ഭക്ഷണം ശേഖരിക്കും. അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹക്ക് വന്നു. ഗാർ ഹിറായിലായിരിക്കുമ്പോൾ വഹി വന്നു. ഗാർ ഹിറായിലായിരിക്കുമ്പോൾ, അതായത് ജാഅഹുൽ മലക്കു ഫഖാല ഇഖ്റ, ഓതുക എന്ന് പറഞ്ഞു. മലക്ക് വന്നിട്ട് ഓതണം, വായിക്കുക എന്ന് പറഞ്ഞു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാ നബിഖാരി, ഞാൻ വായിക്കുന്ന ആളല്ലല്ലോ. വായിക്കണമെങ്കിൽ ഒരു എഴുത്തും വായനും പഠിച്ച ആൾക്കല്ലേ വായിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ വായിക്കുന്ന ആളല്ല, ഞാൻ വായിക്കാതെ, ഞാൻ ഒരു ഉമ്മിയാണ്, നിരക്ഷരനാണ് ഞാൻ വായിക്കുന്ന ആളല്ല. ഫഖദനി ഫഖത്തനി ഹത്താ ബലഗ മിന്നിൽ ജുഹദ. അപ്പൊ എന്നെ കണ്ട് പിടിച്ചിട്ട് അണച്ചുകൂട്ടി വളരെ പ്രയാസം തോന്നി, ഞെരുക്കം തോന്നി. മലക്കൊന്ന് പിടിച്ച് അണച്ചുകൂട്ടിയപ്പോളേ, അള്ളാഹു താലൊക്കെ പല ഹിക്മത്തുകളും അതിലുണ്ടാവും. മലക്കൊന്നും ഇങ്ങനെ അണച്ചു കൂട്ടി പിടിച്ചപ്പോളേ അപ്പോ ഈ മലക്കിനെ ആന്തരികമായിട്ട് പിന്നെ മുനാജാത്ത് നടത്താനുള്ള, മലക്കുകളുമായിട്ട് സംസാരിക്കാനുള്ള ആയിരിക്കുന്ന ശക്തി ആയിരിക്കാം, അള്ളാഹു അലം. അതിലൊരു ഹിക്മത്ത്, പല ഹിക്മത്തുകളും ഉണ്ടാവാം, നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഹിക്മത്ത്. അല്ലെങ്കിൽ ഒരു ഉസ്താദ് തന്റെ ശിഷ്യനെ, തന്റെ കുട്ടികളെ പഠിപ്പിക്കുമ്പോ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോഴൊക്കെ ഒന്ന് വേദന ആക്കിയിട്ട് അവർക്ക് അത് വിഷയത്തിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട അവസ്ഥയുണ്ടാകും. അങ്ങനെ അങ്ങോട്ട് വെക്കാം. അങ്ങനെ മാനബിക്കാരിൻ ഫഖദനി ഫഖത്തനി സുമ്മ അർസലനി, പിന്നെ എന്നെ വിട്ടുവിട്ടു. ഫഖാല ഇഖ്റ, വായിക്കുക. ഖുൽതു മാനബിക്കാരി, റസൂലിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ മനുഷ്യനാണെന്നുള്ള നിലക്ക് റസൂലിന്റെ മാനുഷികമായ രീതിയിൽ ഞാൻ വായിക്കുന്നവനല്ല, എനിക്ക് വായിക്കാനും എഴുതാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. വീണ്ടും രണ്ടാമതും എന്നെ അണച്ചുപിടിച്ചു. എനിക്ക് വളരെ വിഷമം തോന്നി. വീണ്ടും വിട്ടു, വീണ്ടും വായിക്കാൻ പറഞ്ഞു. 3 വട്ടം വായിക്കാൻ പറഞ്ഞു. അങ്ങനെ 3 വട്ടം ഞാനിത് ആവർത്തിച്ചപ്പോൾ വീണ്ടും എന്നെ പിടിച്ചണച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഫഖാൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ റബ്ബുക്കൽ അക്രമല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. കണ്ടോ? അങ്ങനെ സൂറത്തുൽ അലഖിന്റെ ആദ്യ ഭാഗം അങ്ങോട്ട് ഓതിക്കൊടുത്ത്, സൂറത്തുൽ അലഖിന്റെ ഈ പറയപ്പെട്ട ഇഖ്റ റബ്ബുക്കൽ അക്രമല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നുള്ള, അതാണ് ആദ്യമായിട്ട് ഇറങ്ങിയ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ ആയത്ത് അല്ലേ? അങ്ങനെ അള്ളാഹുവിന്റെ റസൂല്
പേടിച്ച് വിറച്ചുകൊണ്ട് ആ കുന്നിന്റെ ആ ഹിറാഗുഹന്റെ എങ്ങനെ താഴെ എങ്ങനെ എത്തിയെന്ന് അറിയില്ല. അവിടേക്ക് എത്തി വേഗം തൊട്ടടുത്ത് തന്നെയല്ലോ ഹിറാഗുഹന്റെ അടുത്ത് തന്നെയാണ് ആരെ വീടുള്ളത്, ഖദീജാബിന്റെ വീടുള്ളത്. അങ്ങനെ അവിടെ ഖദീജാബിന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, സമ്മിലോനി സമ്മിലോനി, വേഗം ഒരു പുതപ്പും കൊടുത്തുണ്ട്, ഒരു പുതപ്പ് കൊണ്ടുവരി, ഒന്നെ പുതച്ചുകൊണ്ടാ. സമ്മലൂഹു ഹത്താ ദഹബൻ ഹുറാഹു, അങ്ങനെ പുതച്ചു കൊടുത്തപ്പോഴാണ് വിറയലൊന്ന് മാറിയത്. ഖദീജാബിനോട് പറഞ്ഞ്, എനിക്കെന്ത് പറ്റി ഖദീജ? അയ്യോ ഖദീജ, ഐ ഖദീജ മാലി ലക്കത് ഖശീതു അലാ നഫ്സി, ഞാൻ ആകെ പേടിച്ച് ഭയന്നിരിക്കുകയാണ് എന്റെ നഫ്സിന്റെ മേൽ, ഞാൻ ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്, എനിക്കെന്ത് പറ്റി? ഫഖബറ അൽ ഖബർ, എന്നിട്ട് അതിന്റെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജാബിനോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഖദീജാബി പറഞ്ഞു, പേടിക്കണ്ട, കല്ലാ അബ്ശിർ, ഓ പ്രവാചകരെ ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഫവല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദാ, അള്ളാഹു നിങ്ങൾ ഒരിക്കലും കൈയൊഴിക്കൂല. ഫവല്ലാഹി ഇന്നക ലതസിലുർ റഹ്മ വതസ്ദുഖുൽ ഹദീസ വതഹ്മിലുൽ കൽബ വതുക്സിബുൽ മഅദൂമ വതുഖ്രിഉൽ ളൈഫ് വതുഈനു അലാ നവായിബിൽ ഹഖ്, നിങ്ങൾ ഇവിടെ നല്ല കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെയുള്ള നാട്ടുകാർക്കും എല്ലാവർക്കും നന്മ മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. കുടുംബബന്ധം നിങ്ങൾ ചാർത്തുന്നു, സംസാരത്തിൽ നിങ്ങൾ സത്യം മാത്രം പറയുന്നു, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏൽക്കുന്നവരെ നിങ്ങൾ സഹായിച്ചു കൊടുക്കുന്നു, ഇല്ലാത്തവനിക്ക് എന്തെങ്കിലും സമ്പാദിച്ചു കൊടുക്കുന്നു, അതിഥിയെ സൽക്കരിക്കുന്നു, എന്തെങ്കിലും വിഷമഘട്ടങ്ങളൊക്കെ വരുമ്പോൾ അവിടെ വെച്ച് എന്തുകൊണ്ട് വേണ്ട സഹകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. അങ്ങനെ ഖദീജാബി ചുരുക്കം പറയാ, നമ്മളിപ്പോ വിശദമായിട്ട് പറയുന്ന സന്ദർഭമല്ല, പക്ഷെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായ ഒരു പുതിയ അനുഭവമാണല്ലോ. ഖദീജാബി റസൂലുള്ളാഹിനെ കൂട്ടിപ്പോയി. വറഖത്ത് ഇബ്നു നൗഫൽ, വാപ്പന്റെ സഹോദരന്റെ മകനാണ്, പിതൃ സഹോദരന്റെ മകനായ വറഖത്ത് ഇബ്നു നൗഫൽ. അന്ന് നിസ്രാനിയായിരുന്ന അദ്ദേഹം ക്രിസ്ത്യനായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ക്രിസ്തു മതം സ്വീകരിച്ച ആളാണ്. അയാൾ അറബി ഭാഷ ഏതും അതുപോലെ തന്നെ ഏതും ഇഞ്ചിയില് അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളായിരുന്നു. രണ്ട് ഭാഷ അറിയും, ഇഞ്ചിലിന്റെ ഭാഷ സിറിയക്ക് ഭാഷയെ അറിയാം, അറബി ഭാഷയെ അറിയാം. പക്ഷെ അദ്ദേഹത്തിന് കുറെ വയസ്സുണ്ട്, കണ്ണ് കാണാത്ത ഒരു അവസ്ഥയായിരുന്നു. ഖദീജാബിനോട് ഖദീജാബി പറഞ്ഞു, അളാപ്പ എന്താണ് നിങ്ങളെ അഹിന്റെ മകൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കി, ഇന്നലെ ഒരു വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയും നബി തങ്ങളുടെ എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പൊ പറഞ്ഞു, ഹാദൻ നാമൂസ്, വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു, ഹാദൻ നാമൂസ് അല്ലദീ ഉൻസില അലാ മൂസ ലൈതനി ഫിഹാ ജദിഅൻ ലൈതനി അകൂന ഹയ്യൻ. ഇതാണ് മൂസാ നബിക്ക് ഇറങ്ങിയതായിരിക്കുന്ന ആ നാമൂസ്, ആ മലക്ക് തന്നെയാണ് നിങ്ങൾക്കും ഇറങ്ങിയിരിക്കുന്നത്, ഒരു വ്യത്യാസവുമില്ല. ഞാനെന്തെങ്കിൽ യുവാവായിരുന്നെങ്കിൽ, ഞാനെന്ന് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം വളരെ വയസ്സായിട്ട് എന്തായിട്ടുണ്ട്, അങ്ങേയറ്റം എത്തിയിട്ടുണ്ട് അദ്ദേഹം. ഇത് വന്നത് അപ്പൊ ആരാണ് ആദ്യം സാക്ഷ്യം വഹിച്ചത് സഹോദരന്മാര്? ക്രിസ്ത്യനായിരിക്കുന്ന ഒരു പണ്ഡിതൻ. അന്ന് ഇസ്ലാം മതം ഇല്ലല്ലോ മക്കത്ത്. അപ്പോ ക്രിസ്ത്യനായിരിക്കുന്ന വറഖത്ത് ഇബ്നു നൗഫൽ, ഇത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മലക്ക് തന്നെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നതെന്നും, യാ ലൈതനി ഫിഹാ ജദിഅൻ യാ ലൈതനി അകൂൻ ഹയ്യൻ ലിയുഖ്രിജുക ഖൗമുക, നിങ്ങളെ നാട്ടുകാർ നിങ്ങൾ ആ നാട്ടിൽ നിന്ന് പുറത്താക്കും. നിങ്ങൾ ഈ കണ്ടതൊക്കെ ശരി ആണ് എന്നെങ്കിൽ നിങ്ങൾ പ്രവാചകനാകുമ്പോൾ മക്കക്കാർ നിങ്ങൾ പുറത്താക്കുമ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കാൻ അന്ന് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ അവ മുഖ്രിജിയഹും, എന്നെ ഇവിടുന്ന് പുറത്താക്കുവോ എന്ന് ചോദിച്ചു. കാല വറഖത്തിന് അതെ, അത് തീർച്ചയായും ലം യഅതി റജുലുൻ ബിമാ ജിത ബിഹി ഇല്ലാ ഊദിയ, നിങ്ങൾ കൊണ്ടുവന്നതായിരിക്കുന്നത് പോലെയുള്ള പ്രവാചകത്വ ദൗത്യവുമായി കൊണ്ട് ഒരാളും ഒരു സമൂഹത്തെ സമീപിച്ചിട്ടില്ല, അദ്ദേഹം ആ ജനങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടല്ലാതെ. വയുദ്രിക്കിനി യോമുക ഹയ്യൻ അൻസുർക നസ്റൻ മുഅസ്സറ, ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവിധ സഹകരണം ഞാൻ നിങ്ങൾക്ക് നൽകും, എന്റെ എല്ലാവിധ പിന്തുണയും നിങ്ങൾക്കുണ്ടാകും. പക്ഷേ അതിനുശേഷം ഉടനെ തന്നെ കുറച്ചു കാലം അദ്ദേഹം ഇതിനുശേഷം ജീവിച്ചിരുന്നു, അദ്ദേഹം വഫാത്തായി പോയി. മനസ്സിലായില്ല? അപ്പോ തുടക്കത്തിലുള്ള വഹീന്റെ രൂപമാണിത്.
പിന്നെ രണ്ടാമത്തെ ഘട്ടം, ഇതിപ്പോ ഒരു ഘട്ടമാണ്. അങ്ങനെ ആ വഹി അങ്ങ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വഹി അങ്ങോട്ട് കുറച്ചു കാലം ഇല്ലാതായി. കുറച്ചു കാലം വഹി മുറിഞ്ഞുപോയി. ഫത്രത്തിൽ വഹിയാണ്, അതായത് കുറച്ചു കാലം അവിടെ വഹി അവിടെ മുറിഞ്ഞ്. പിന്നെ ഒരു ദിവസം മക്കത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോണ്ട് ഒരു ശബ്ദം കേട്ടു. മുകൾ ഭാഗത്തുനിന്ന് ഒരു ശബ്ദം കേട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ തലയുയർത്തി നോക്കി. അപ്പൊ അന്ന് ഹിറായിൽ വന്നതായിരിക്കുന്ന ആ മലക്ക് ആകാശത്തിന് ഭൂമിയുടെ ഇടയിൽ അന്തരീക്ഷത്തിൽ വലിയൊരു കസേരട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ അതിഭീകരമായ അല്ലെങ്കിൽ ഗംഭീരമായ ഒരു അവസ്ഥയാണ് കാണുന്നത്. ആകാശത്തിന് ഭൂമിന്റെ ഇടയിൽ ജാലിസുൻ അലാ കുർസിയും ബൈനസ്സമായി വളർന്നു. ആകാശഭൂമിക്കിടയിൽ ഇങ്ങനെ ഒരു കസേരട്ടിരിക്കുന്ന ആ അതിമനോഹരമായ രംഗം. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും ഭയപ്പെട്ടു, പേടിച്ചു. കാരണം അതെന്താണ്, ഇത് തീരെ പരിചയമില്ലാത്ത ഒരു രംഗങ്ങളാണല്ലോ കാണുന്നതൊക്കെ. ആ രണ്ടാമത്തെ കാഴ്ച കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പേടിച്ചു വിറച്ചു, പനി പിടിച്ചു. അങ്ങനെ ഖദീജാവിന്റെ അടുക്കലേക്ക് പോയി. പേടിച്ച് പനിക്കുമ്പോ പെട്ടെന്ന് പനിക്കല്ലോ അല്ലെ, പേടിച്ച് കുറെ കഴിഞ്ഞിട്ടല്ല പനിക്കുക. പേടി പിടിപെട്ടാൽ ഉടനെ തന്നെ പനി വരും. അള്ളാഹുവിന്റെ റസൂലിന് ഭയപ്പെട്ടു. അങ്ങനെ ഫറജഅതു വഖുൽതു സമ്മിലൂനി സമ്മിലൂനി, വീണ്ടും ഖദീജാബിന്റെ അടുക്കലേക്ക് ഒന്ന് പുതപ്പിട്ട് മൂടാൻ പറഞ്ഞു. അങ്ങനെ പുതപ്പിട്ട് മൂടി അങ്ങനെ പുതച്ച് കിടക്കുന്ന സന്ദർഭത്തിലാണ് അതാ നേരത്തെ ആ കസാരട്ട് ഇരുന്നിരുന്ന ആ വലിയ മലക്കുണ്ടല്ലോ, ആ മലക്ക് വന്നിട്ട് വഹി ഇറക്കി. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ തുടങ്ങിയിരിക്കുന്ന ഈ 5 ആയത്തുകളോളം ഇവിടെ ഇറക്കി. രണ്ടാമത്തെ ഘട്ടമാണ്. മനസ്സിലായില്ലേ? അപ്പൊ 3 പ്രാവശ്യമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ വഹി നിലച്ച സന്ദർഭം. വഹി നിലച്ച സന്ദർഭം 3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ആദ്യമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഗാർ ഹിറായിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് വഹി ലഭിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന. ആദ്യമായിട്ട് വഹി ലഭിച്ചതിന് ശേഷം പിന്നീട് സൂറത്തുൽ മുദ്ദസിർ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സംഭവം രണ്ടാമത് മക്കത്തൂടെ നടന്നു പോകുമ്പോൾ മുകളിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ കണ്ട കാഴ്ച ഉണ്ടല്ലോ, ആ കണ്ട കാഴ്ച കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഭയപ്പെട്ട് പനി പിടിച്ച് കിടക്കുമ്പോൾ, അതായത് 2-3 വർഷമായിട്ടും ചിലർ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? 3 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് രണ്ടാമത് കാണുന്നത്. അല്ല, അത്രത്തോളം ഇല്ല, 2.5 പറഞ്ഞവരുണ്ട്, അതിൽ കുറവാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഏതായിരുന്നാലും ഈ രണ്ടാമത്തെ ആയത്തോട് നമ്മൾ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലായതുകൊണ്ടാണ് ഈ സൂറത്ത് മുദ്ദസിർ. കാരണം എന്തുകൊണ്ട്? അതിലാണ് പ്രവാചകം ഖും ഫഅൻദിർ, എഴുന്നേൽക്കൂ പ്രവാചകരെ, ജനങ്ങൾക്ക് നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം, ഇൻദാർ ചെയ്യണം. തൗഹീദിനെ പറ്റി, ഖുർആനെ പറ്റി, പ്രപഞ്ച സൃഷ്ടാവിനെ പറ്റി ഒക്കെ മുന്നറിയിപ്പ് കൊടുക്കണം. അവർക്ക് വിശ്വസിച്ചാൽ ഇന്ന ഗുണമുണ്ട്, അവർ തള്ളിക്കളഞ്ഞാൽ ഇന്ന ദോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അവരെ ഈ രൂപത്തിൽ വൈകാരിൽ വിട്ടേക്കരുത്, അവർ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കണം എന്നുള്ള കൽപ്പന വന്നു. അപ്പോ അങ്ങനെ ആദ്യത്തെ വഹി ഉണ്ടായി. രണ്ടാമത്തെ വഹിന് ശേഷമുള്ള ഒരു ഘട്ടം, രണ്ടാമത്തെ ഒരു സന്ദർഭം വഹി മുറിഞ്ഞത് മൊത്തത്തിൽ പറയാം. നമ്മൾ ഒന്ന് പറഞ്ഞു വെച്ചേക്ക. ജൂതന്മാർ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ആത്മാവിനെ സംബന്ധിച്ച് ചോദിച്ചു, ദുൽഖർനൈനെ സംബന്ധിച്ചും ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്താണ് അള്ളാഹ് അവിടെ ഞാൻ വഹി വരട്ടെ എന്ന് പറഞ്ഞ് റസൂൽ അവിടെ കാത്തിരുന്നു. കുറച്ച് സമയം വൈകിയതിനു ശേഷമാണ് വഹി വന്നത്. പിന്നെ സൂറത്ത് ദുഹ ഇറങ്ങുന്നതിന് മുമ്പും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കട്ടിലിന് ചോട്ടിൽ ഒരു പട്ടിക്കുട്ടി ഉണ്ടായതിന് കാരണമായിട്ട് അവിടേക്ക് ജിബ്രീൽ വരാൻ പ്രയാസമുണ്ടായിരുന്നു. പട്ടിക്കുട്ടിയെ, ചെറിയ പട്ടിക്കുട്ടി കട്ടിലിന് ചോട്ടിൽ അറിഞ്ഞിരുന്നില്ല, ആയിഷാബിന്റെ വീട്ടിൽ. അപ്പൊ ആ സന്ദർഭത്തിൽ ജിബ്രീൽ ഇറങ്ങിയിരുന്നില്ല. അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള അങ്ങനെ സൂറത്തുൽ ദുഹ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്തുണ്ടായിട്ടുണ്ട്? വഹി മുറിഞ്ഞു പോയിട്ടുള്ള 3 സന്ദർഭങ്ങളാണുള്ളത്. ആദ്യത്തത് 2.5 വർഷമാണെന്ന് ഒരഭിപ്രായമുണ്ട്, 6 മാസമാണെന്ന് അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ബുഖാരിന്റെ ഷാരിഹായ ഫത്തുൽ ബാരിയിൽ തഹ്ഖീഖാക്കി പറഞ്ഞത് കുറഞ്ഞ ദിവസങ്ങളെ ഉണ്ടായിരുന്നു എന്നുള്ള. കുറഞ്ഞ ദിവസങ്ങൾ എത്രയാണെന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടില്ല. 2.5 വർഷം 3 വർഷം ഒന്നും പറഞ്ഞിട്ടില്ല, ദിവസങ്ങളായിരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ ഘട്ടത്തിൽ വഹി പറഞ്ഞത് 12 രാത്രി, അതായത് ജൂതന്മാര് ആത്മാവിനെ കുറിച്ചും ദുൽഖർനൈനെ കുറിച്ചും ഒക്കെ ചോദിച്ചിട്ട് 12 രാത്രി കഴിഞ്ഞതിന് ശേഷമാണ് അത് സംബന്ധിച്ചുള്ള വഹി ഇറങ്ങിയത്. മനസ്സിലായില്ലേ? മൂന്നാമത്തെ ഘട്ടത്തിൽ 3 ദിവസം മാത്രമായിരുന്നു. പിന്നീട് സാധാരണ പോലെ വഹി ഇറങ്ങി. പിന്നെ
നമ്മൾ നോക്കാനുള്ളത് ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഒന്നാമത്തെ ഘട്ടം, പരിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ഇവിടെ നമ്മളിപ്പോ പറഞ്ഞത് ഒന്നാമത്തെ ഘട്ടമാണ് പറഞ്ഞത്. പക്ഷെ അതിന് മുമ്പ് 2 ഘട്ടം ഇറങ്ങിയിട്ട് 2 ഘട്ടം ഉണ്ടായിട്ട് 3 ഘട്ടം മൊത്തത്തിലുണ്ട്. ഒന്നാമത്തത് ലൗഹുൽ മഹ്ഫൂദിലേക്ക് അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ചില ആയത്തുകളൊക്കെ പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അല്ലെങ്കിൽ സൂറത്തുൽ ഖദറിൽ നമുക്ക് കാണാം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അല്ലെ ഷഹർ റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. കണ്ടോ, റമളാൻ മാസം എന്ന് പറയുന്നത് അല്ലാഹു തആല അന്ന് ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിനാണ് അല്ലാഹു തആല ഇന്നാ അൻസൽനാഹു, തീർച്ചയായിട്ടും നമ്മൾ അതിനെ ആ ഖുർആൻ അവതരിപ്പിച്ചു ലൈലത്തുൽ ഖദറിൽ. അല്ലെ മറ്റൊരായത്തിൽ കാണും ലൈലത്തുൽ മുബാറക, ബർക്കത്താക്കപ്പെട്ട രാത്രിയിൽ ഇതിനെ അവതരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ആയത്തോട് എന്താ മനസ്സിലാകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പരിപൂർണമായിട്ടും ഒറ്റയടിക്ക് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒറ്റയടിക്ക്, കാരണം അൻസല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അൻസല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നസ്സല എന്ന് പറഞ്ഞാൽ അല്പാൽപമായിട്ട് ഇറക്കുന്നതിന്, അല്പാൽപമായിട്ട് ഇറക്കുന്നത്. നസ്സൽനാഹു എന്ന് പറഞ്ഞാൽ അല്പാൽപമായിട്ട് ഇറക്കുന്നത്. അൻസല എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് മൊത്തത്തിൽ ഇറക്കുന്നതിനേക്കാണ്. അപ്പൊ ഇവിടൊക്കെ എന്താ ഉദ്ദേശിച്ചത്? ബർക്കത്താക്കപ്പെട്ട രാത്രി അല്ലാഹു പറയുന്നു നാം തീർച്ചയായിട്ടും ആ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു, അല്ലെ ലൈലത്തുൽ ഖദറിൽ നാം അവതരിപ്പിച്ചു. മറ്റൊരായത്തിൽ ഷഹർ റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസം എന്ന് പറയുന്നത് അതിൽ ഖുർആൻ ഇറക്കിയിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ ഒറ്റ രാത്രിയിൽ ഇതെല്ലാം ഇറക്കിയിട്ടുണ്ട് എന്ന മറ്റുള്ള വേദങ്ങളെ പോലെ. മറ്റുള്ള വേദങ്ങളൊക്കെ എന്താണ്? ശരിക്കും ലിഖിത രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത്, അല്ലെ? നമ്മുടെ പരിശുദ്ധ ഖുർആനിന് ലിഖിത രൂപത്തിലല്ല എന്തായിട്ടുള്ളത്, അള്ളാഹുവിന്റെ റസൂലിന് ലഭിച്ചിരിക്കുന്നത്. ആണോ? തൗറാത്ത് ഇഞ്ചീലൊക്കെ ലിഖിത രൂപത്തിലാണ് അവർക്ക് ലഭിച്ചത്, പ്രവാചകന്മാർക്ക്. അതിന് ഒറ്റയടിക്ക് മൊത്തത്തിൽ ഇങ്ങോട്ട് കിട്ടിയിട്ട് അതിങ്ങനെ വായിച്ചു കൊടുക്കായിരുന്നു. അങ്ങനെ സാധാരണഗതിയിൽ ഒരു കിതാബ് ഉണ്ടാക്കുമ്പോൾ, ഒരു ബുക്ക് ഒരാൾ ഉണ്ടാക്കും സന്ദർഭത്തിൽ ആ ബുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലേ ജനങ്ങളിലേക്ക് അത് അവതരിപ്പിക്കുള്ളൂ, അല്ലെ? ആ ബുക്ക് പരിപൂർണമായും എഴുതി കഴിഞ്ഞതിന് ശേഷം അതിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ജനങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുള്ളൂ. എന്നാൽ പരിശുദ്ധ ഖുർആന്റെ അവതരണം അങ്ങനെയല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ലിഖിത രൂപത്തിൽ പരിപൂർണമായിട്ടും എഴുതപ്പെട്ടതായിരിക്കുന്ന ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുക്കുകയായിരുന്നില്ല. എന്താണ് ഉണ്ടായത്? അവിടുന്ന് 20 അല്ലെങ്കിൽ 23 വർഷമെന്നോ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ആ കാലഘട്ടത്തിനിടയിൽ അല്പാൽപമായിട്ട് സന്ദർഭങ്ങൾക്കനുസൃതമായിട്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന് പിന്നെ പരിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊടുത്തത്. അത് 3-ാം ഘട്ടത്തിലാണ്. അപ്പൊ നമ്മളിവിടെ പറയുന്നത്, എന്നാൽ ഈ ഇന്നാ അൻസൽനാഹു എന്ന് പറഞ്ഞോടത്തും ഫി ലൈലത്തുൽ മുബാറക്കാന്നോ അല്ലെ ഫി ലൈലത്തുൽ ഖദർ എന്നൊക്കെ പറഞ്ഞോടത്തും ഷഹർ റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞോടത്തൊക്കെ എന്താണ്? അവിടൊക്കെ ഒറ്റയടിക്ക് ഇറക്കിയെന്നാണല്ലോ കാണുന്നത്. അതാണ് തഫ്സീർ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഇറക്കൽ എവിടേക്കുള്ള ഇറക്കലാണ്? ലൗഹുൽ മഹ്ഫൂദിലേക്കുള്ള ഇറക്കലാണ്. 3 ഘട്ടം. ഒന്നാമത്തെ അവതരണം, പരിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ അവതരണം അത് ലൗഹുൽ മഹ്ഫൂദിലേക്കാണ്. ഒന്നാമത്തെ മൊത്തത്തിൽ ഇറക്കിയത് പരിശുദ്ധ ഖുർആന് മൊത്തത്തിൽ എവിടേക്ക് ഇറക്കിയിട്ടുണ്ട്? ലൗഹുൽ മഹ്ഫൂദിലേക്ക് അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ അവതരണം. രണ്ടാമത്തെ അവതരണം ഈ ലൗഹുൽ മഹ്ഫൂദ് മനസ്സിലല്ലേ എല്ലാ കാര്യങ്ങളും സുഹൃത്തുക്കളെ. ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കാര്യങ്ങളും അതിലെന്ത് ചെയ്തിട്ടുണ്ട്? സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ലൗഹുൽ മഹ്ഫൂദ്. ഖുർആനിൽ കാണാം ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്, അത് പരിശുദ്ധ ഖുർആനാണ്, അത് സുരക്ഷിതമായിരിക്കുന്ന ഫലകത്തിലാണ്. അതായത് ലൗഹുൽ മഹ്ഫൂദിലേക്കാണ് ആദ്യമായിട്ട് അല്ലാഹു തആല ഖുർആൻ ഇറക്കിയത്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം എവിടുന്ന ഖുർആൻ എടുത്തിരുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിന് മുമ്പ് പറയാം. അപ്പൊ ഒന്നാമത്തെ ഇറക്കല് എവിടേക്ക്? ലൗഹുൽ മഹ്ഫൂദിലേക്കാണ് ഇറക്കിയത്. പിന്നെ രണ്ടാമത്തെ ഇറക്കല് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തിലെ ബൈത്തുൽ മാമൂറിലെ 1-ാം ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടുന്ന് ഇറക്കി? ബൈത്തുൽ മാമൂർ അല്ല, ബൈത്തുൽ ഇസ്സ. ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ബൈത്തിലേക്ക് അല്ലാഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 2-ാം ഘട്ടമായിട്ട് ഇറക്കി.
അതാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് റമളാൻ മാസത്തിലാണെന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യത്തിൽ എന്താണ്? ആദ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എല്ലാ കാര്യങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ പരിശുദ്ധ ഖുർആനും എവിടെയുണ്ട്? ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. അതുപോലെ തന്നെ പിന്നെ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ തുടങ്ങിയതായിരിക്കുന്ന കിതാബുകളും വേർഡുകളൊക്കെ വിവരങ്ങളെല്ലാം എവിടെ ഉണ്ട്? ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. അതിൽ ഖുർആനും ഏതുണ്ട്? ലൗഹുൽ മഹ്ഫൂദിൽ. ഒന്നാമത്തെ അവതരണം അതിലേക്ക്. അതാണ് ഈ ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. അത് പരിശുദ്ധമായ ഖുർആനാണ്, ലൗഹുൽ മഹ്ഫൂദിലാണ്. രണ്ടാമത്തത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക്, ഒന്നാം ആകാശത്തിലുള്ള ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കി. അതിനെക്കുറിച്ചാണ് അല്ലാഹു തആല സൂറത്ത് ദുഹാനിലും സൂറത്തുൽ ഖദ്റിലൊക്കെ പറഞ്ഞത് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറക എന്നും ലൈലത്തുൽ ഖദ്റും എന്നൊക്കെ പറഞ്ഞിരിക്കും. അതുപോലെ സൂറത്തുൽ ബഖറയിൽ ഷഹർ റമളാൻ ലദി ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് പിന്നെ ഒറ്റയടിക്കായിട്ട് അല്ലാഹു തആല എന്ത് ചെയ്താണ്? ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവിടേക്ക് ഈ രാത്രിയിലാണ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഇറക്കമാണ് നേരത്തെ പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന, അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹുവിന്റെ റസൂലിനെ എത്തിച്ചു കൊടുത്തത്. എങ്ങനെയായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹു എന്ന് പിന്നെ വഹി സ്വീകരിച്ചിരുന്നത്? അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പകർത്തിയെടുക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാം സന്ദർഭത്തിനനുസരിച്ചിട്ട്. അതിന് പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കുകയാണ്. ഇന്ന സമയത്ത് ഇന്നത് ഇറക്കണം, ഇന്ന സമയത്ത് ഇന്ന പ്രശ്നമുണ്ടാകുമ്പോൾ ഇന്നത് അവിടെ ഇന്ന ഭാഗം ഇറക്കി കൊടുക്കണം, ഇന്ന ഭാഗം ഇറക്കി കൊടുക്കണം എന്നുള്ള വിഷയം അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഖൽബിൽ റഊ ചെയ്യുക, ഇട്ടുകൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? ഇട്ടുകൊടുക്കുകയാണ്. അപ്പൊ ഒന്നാമത് അപ്പോ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പിന്നെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെ ഏതിനെ എന്താക്കുന്നു? പരിശുദ്ധ ഖുർആനെ ഇറക്കുന്നു, പിടിച്ചു. മാത്രമല്ല ലൗഹുൽ മഹ്ഫൂദിൽ പിടിക്കുന്നതിന് പുറമെ അല്ലാഹു തആല ഇട്ടുകൊടുക്കുന്നുമുണ്ട്. ഏത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു തആല ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അല്ലാഹു തആല അങ്ങനെ പറയല്ല. അള്ളാഹുവിന്റെ കലാമിൽ നമ്മുടെ സംസാരം പോലെ എന്തില്ല? നമ്മുടെ സംസാരം പോലെ പിന്നെ അക്ഷരങ്ങളും ശബ്ദങ്ങളും ഉള്ളതാണോ സഹോദരന്മാരെ? അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ ലൈസ ബി സൗത്തിൻ വല ഹർഫിൻ. അള്ളാഹുവിന്റെ കലാമിനിക്ക് എന്തില്ല? നമ്മുടെ ശബ്ദം പോലെ ഉള്ളായിരിക്കുന്ന അക്ഷരങ്ങളും ശബ്ദങ്ങളും അതിനില്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ് ജിബ്രീൽ കേട്ട് ഇങ്ങനെയല്ല നാം മനസ്സിലാക്കണം. അള്ളാഹു പറയുകയും ജിബ്രീൽ കേൾക്കുകയും അങ്ങനെയല്ല. അങ്ങനെ ഒരു പറച്ചിലില്ല, ഒരു കേൾക്കലുമില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്നു. ജിബ്രീൽ ഇസ്ലാം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഇതിനെ പിടിക്കുന്നു. എന്നിട്ട് പിന്നെ എവിടെ ഇറക്കി കൊടുക്കുന്നു? അള്ളാഹുവിന്റെ റസൂലിന് സന്ദർഭങ്ങൾക്ക് അനുസൃതമായും കൊണ്ട് ഇറക്കി കൊടുക്കുന്നു. ഇങ്ങനെയാണുള്ളത്. ഇങ്ങനെ 3 ഘട്ടമാണ് പരിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് ഉള്ളത്. 3 ഘട്ടം. മനസ്സിലായില്ലേ? പിന്നെ ഒരു ഹദീസ് കാണാം, അല്ലാഹു തആല വഹീന്റെ കൽപ്പന ഉണ്ടായിക്കഴിഞ്ഞാൽ ആകാശം എന്തായിത്തീരും? അഖദത്തി സമാഉ റജ്ഫത്തൻ ശദീദത്തൻ. എന്താണ്? എന്റെ അയൽവാസി ഇന്ന് രാത്രി മരണപ്പെട്ടു. മിനിഞ്ഞാന്ന് മൊറയൂരിൽ വെച്ച് അദ്ദേഹം സഞ്ചരിച്ച സ്കൂട്ടറിൽ ബസ് ഇടിച്ച് ഗുരുതര പരിക്കോടെയിരുന്ന ഹോസ്പിറ്റലിലെ ബോധാവസ്ഥയിലായിരുന്നു രാത്രി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു തആല സഹോദരന്റെ പരലോക ജീവിതം സന്തോഷമാക്കി കൊടുക്കട്ടെ. അതിനാൽ വിഷമിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബാദികൾക്ക് അല്ലാഹു തആല മനസ്സിൽ ക്ഷമ ധാരാളം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇതിനേക്കാൾ ഹൈറായതിന് അല്ലാഹു തആല അവർക്ക് പകരമാക്കി കൊടുക്കട്ടെ. ഇതുകൊണ്ട് അവർ ഈമാൻ കുറഞ്ഞു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഇസ്ലാം അനുവദിക്കാത്തതായിരിക്കുന്ന ചുറ്റുപാടിലേക്ക് നീങ്ങിപ്പോവാതെ അല്ലാഹു തആല അവരെ എപ്പോഴും നമ്മളെ നമ്മുടെ അഹ്ലികാരെ മുഴുവനും ആപത്ത്, മുസീബത്ത്, അപകട മരണങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു സംരക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. എല്ലാവരും ദുആയിലേക്ക് ഉൾപ്പെടുത്തുക. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പരലോകം പ്രകാശിപ്പിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അപ്പൊ സഹോദരന്മാരെ, അപ്പൊ മൊത്തത്തിൽ പരിശുദ്ധ ഖുർആന്റെ അവതരണം 3 ഘട്ടമാണെന്ന് മനസ്സിലാക്കി. ഒന്നാമത് ലൗഹുൽ മഹ്ഫൂദിലേക്ക്, രണ്ടാമത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക്, മൂന്നാമതായിട്ട് അവിടുന്ന് കാലത്തിനനുസൃതമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് എത്ര വർഷം കൊണ്ട്? 20 വർഷമോ അല്ലെങ്കിൽ 23 വർഷങ്ങൾക്കുള്ളിലായിട്ട് പിന്നെ ഇറക്കിക്കൊടുത്തു. ഇതാണ്
എന്താണ് അതിന്റെ രഹസ്യങ്ങൾ സഹോദരന്മാരെ? ഒരിക്കലും ഈ ജൂതന്മാര് അള്ളാഹുവിന്റെ റസൂലിനെ കളിയാക്കി എന്നുള്ള എന്തുകൊണ്ടാണ് മുഹമ്മദ് പരിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് ഇറങ്ങുന്നില്ല? ഒറ്റയടിക്ക് ഇറങ്ങാത്തത് എന്തുകൊണ്ടാണ് എന്ന് ജൂതന്മാരും മുശ്രിക്കുകളും അവര് റസൂലുള്ളാഹിനെ മോശമാക്കി ചിത്രീകരിച്ചപ്പോൾ അതൊരു ഇതിങ്ങനെ കുറെ ഇന്ന് ഇറങ്ങും, പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇറങ്ങും, പിന്നെ കുറെ കഴിഞ്ഞിട്ടൊന്ന് ഇറങ്ങും, പിന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങും. ഇതെന്താ അങ്ങനെ ഒരു ഖുർആന് വേദങ്ങളൊക്കെ ആകുമ്പോൾ ഒറ്റയടിക്ക് ഇങ്ങോട്ട് ഇറങ്ങേണ്ട മുമ്പിൽ എന്ന് ചോദിച്ച് മുശ്രിക്കുകളും ജൂതന്മാരും അള്ളാഹുവിന്റെ റസൂലിനെ മോശമാക്കിയപ്പോൾ പരിശുദ്ധ ഖുർആൻ ഇറങ്ങി. എന്താ ഇറങ്ങിയത്? വഖുർആനൻ ഫറഖ്നാഹു ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ വനസ്സൽനാഹു തൻസീലാ. മറ്റൊരായത്ത് കാണാം, وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا. അവിശ്വാസികൾ പറഞ്ഞു, ലൗലാ നുസ്സില അലൈഹിൽ ഖുർആൻ ജുംലത്തൻ വാഹിദത്തൻ, എന്തുകൊണ്ടാണ് പ്രവാചകന് ഖുർആൻ ഒറ്റയടിക്ക് ഇറക്കി കൊടുക്കാതിരിക്കുന്നത്, ഇറക്കപ്പെടാത്തത്? അല്ലാഹു പറഞ്ഞു, കദാലിക, ഒറ്റയടിക്ക് ഇറക്കില്ല. ലിനുസബ്ബിത ബിഹി ഫുആദക, പ്രവാചകരുടെ ഹൃദയം ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടുത്താൻ വേണ്ടി റത്തൽനാഹു, നാം അതിനെ വളരെ സാവധാനമാണ് ഇറക്കിയിരിക്കുന്നത്. റത്തൽനാഹു തർത്തീല. ഇൻഷാ അല്ലാഹ് അതിന്റെ അർത്ഥമൊക്കെ നമുക്ക് തഫ്സീർ സഹിതം നമുക്ക് നല്ലോണം മനസ്സിലാക്കാനുണ്ട്. അള്ളാഹു ആ സന്ദർഭം എത്തുമ്പോൾ നമുക്ക് അതുപോലെ ശരിയാന്ന് വിശദീകരിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പം പരിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് ഒറ്റയടിക്ക് ഇറങ്ങുന്നില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ അള്ളാഹു തആല ഈ ആയത്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ മറ്റു വേദങ്ങളെ പോലെ അല്ലെ മറ്റു ഗ്രന്ഥങ്ങളെ പോലെ ലിഖിത രൂപത്തിൽ ഒന്നിച്ച് ഇറക്കി കൊടുത്തതല്ല. 23 വർഷക്കാലത്തിനിടയിൽ അല്പാൽപമായിട്ട് സംഭവങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസൃതമായിട്ടാണ് ഇത് ഇറക്കി കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇതിലുള്ള പ്രത്യേകമായ 4 ഹിക്മത്തുകളാണ് അതിലുള്ളത്. ഈ ഘട്ടം ഘട്ടമായിട്ട് അള്ളാഹുവിന്റെ റസൂലിന് പരിശുദ്ധ ഖുർആൻ ഇറക്കി കൊടുക്കാൻ 4 ഹിക്മത്തുകൾ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന 4 ഹിക്മത്തുകളുണ്ട്. ഒന്നാമത്തായിട്ട് ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെ ലിനുസബ്ബിത ബിഹി ഫുആദക, നിന്റെ പ്രവാചകരെ അവിടുത്തെ ഹൃദയത്തിന് ശക്തി പകരാൻ വേണ്ടി. അതെങ്ങനെ? വഹി ഇങ്ങനെ ആവർത്തിച്ചു വരുമ്പോൾ മലക്ക് ഇങ്ങനെ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മലക്കിന്റെ ആഗമനം ഇങ്ങനെ പല സന്ദർഭത്തിലായിട്ട് ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിന് സന്തോഷം ഉണ്ടാകും, ഹൃദയം വിശാലമാകും, റസൂലുള്ളാഹിക്ക് ഒരു സന്തോഷത്തിന്റെ അവസരങ്ങൾ വർദ്ധിക്കും. അല്ലെ? ആകെ കൂടി ഒറ്റ പ്രാവശ്യം ജിബ്രീൽ വന്നിട്ട് ജിബ്രീൽ ഖുർആൻ മൊത്തത്തിൽ ഒറ്റ പ്രാവശ്യം ഇറക്കി ജിബ്രീലായിട്ട് പോയി കഴിഞ്ഞ് പിന്നെ എന്തുണ്ടോ? അതല്ല. അപ്പൊ എന്താണ്? ജിബ്രീലിന് ഇടയ്ക്കിടയ്ക്ക് അള്ളാഹുവിന്റെ റസൂലിനെ ആഗ്രഹിച്ചു എന്നുള്ള. എന്തുകൊണ്ട്? ഹല്ലാ തസൂറന, അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സന്ദർശിച്ചുകൂടെ? ജിബ്രീലിനെ കാണാൻ താല്പര്യം അള്ളാഹുവിന്റെ റസൂലിന്. ഇടയ്ക്ക് കുറച്ചങ്ങോട്ട് വൈകുമ്പോഴത്തേക്ക് റസൂൽ ഇങ്ങനെ നോക്കുമ്പോ എന്താണ് വഹി വരാത്തത് എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? എന്തുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ട് ഖുർആൻ അവതരിച്ചു കൊടുക്കുന്നതിന്റെ രഹസ്യം എന്താണ്? അതിന്റെ പിന്നിൽ രഹസ്യം അതാണ് ഇപ്പൊ നമ്മൾ വിശദീകരിക്കുന്നത്. ഒന്നാമത് എന്താണ്? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മലക്കിനെ കാണുമ്പോൾ അള്ളാഹിന്റെ റസൂലിന് സന്തോഷം കൊണ്ട് ഹൃദയം നിറയും, ഹൃദയ വിശാലത കൂടും. അല്ലേ? നല്ല ആളുകളെ കാണുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇത് ഒരു ഹിക്മത്ത് ഉണ്ടായിരുന്നതിന് പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തേതായിട്ട് അള്ളാഹുവിന്റെ പക്കന്നുള്ളായിരിക്കുന്ന ഒരു എളുപ്പമാക്കി കൊടുക്കലാണ്. അത് ഈ ഖുർആൻ മനഃപ്പാടമാക്കാനും അതിനെ ഗ്രഹിക്കാനും അതിലെ ഹുക്കുമുകളും അതിന്റെ ഹിക്മത്തുകളൊക്കെ മനസ്സിലാക്കുവാനും ഒരു അവസരം കിട്ടുകയാണല്ലോ. അല്ലേ? എല്ലാം കൂടി അങ്ങോട്ട് ഒരേ സമയത്ത് ഇറക്കി കൊടുത്തുകയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് മനഃപ്പാടാക്കാൻ. ഏതൊക്കെയാണ് ഖുർആൻ എന്ന് പറയുമ്പോ ഒരൊറ്റ അക്ഷരവും ഒരു ഹർക്കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോവാനോ മാറിപ്പോവാനോ ഒന്നും പാടില്ലാത്ത വിഷയമാണല്ലോ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഇറക്കി കൊടുക്കുമ്പോൾ എന്ത് സംഭവിച്ചേക്കാം? പല മനഃപ്പാടമാക്കാൻ സാധിക്കാതെ പ്രയാസപ്പെട്ടേക്കാം. അത് അങ്ങനെ ഒരു പ്രയാസം വരണ്ട. അപ്പൊ അല്പാൽപമായിട്ട് ഇറക്കുമ്പോൾ അത് മനഃപ്പാടമാക്കുക എന്നുള്ള കാര്യം എളുപ്പമായി നിർവഹിക്കാൻ സാധിക്കുന്നു. ഇതാണെന്നുള്ളത് രണ്ടാമത്തെ വജീഹ്. മൂന്നാമത്തത് എന്താണ്? ഈ ഖുർആന് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇറങ്ങുന്നതിൽ എന്തുണ്ട്? മുഅ്ജിസത്ത്. അതിങ്ങനെ പുതുക്കി വരിക എന്നുള്ളതുണ്ട്, ആവർത്തിച്ച് വരിക എന്നുള്ളത് മുഅ്ജിസത്ത്.
മുഅ്ജിസത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിച്ച് വരിക എന്നുള്ളതുണ്ട്. കാരണം ഓരോ പ്രാവശ്യം ഖുർആൻ ഇറങ്ങുമ്പോഴും അതൊരു വെല്ലുവിളിയായിട്ട് അവർക്ക് വരുന്നു. ഓരോ പ്രാവശ്യം ഖുർആൻ ഇറങ്ങുമ്പോഴും അത് വെല്ലുവിളിയായി, മറ്റൊരു പ്രാവശ്യം ഇറങ്ങുമ്പോൾ വീണ്ടും വെല്ലുവിളിയായി. അപ്പൊ വെല്ലുവിളി ഇങ്ങനെ ആവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഇറങ്ങുമ്പോൾ. അപ്പൊ ഇന്നലെ ഒരു ആയത്തിറങ്ങി, അപ്പൊ അത് അവർക്കൊരു വെല്ലുവിളിയായി, അവർക്ക് അതിന് പകരം കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇന്നൊന്ന് വേറെ ഇറങ്ങി, അതൊരു വെല്ലുവിളിയായി. നാളെ ഒന്ന് വേറെ ഇറങ്ങി, അതൊരു വെല്ലുവിളിയായി. ഒരാഴ്ച കഴിഞ്ഞിട്ട് വേറെ ഇറങ്ങി, അതും വെല്ലുവിളി. അപ്പൊ എന്തായിക്കൊണ്ടിരിക്കും? വെല്ലുവിളി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതും അതിന് പിന്നിലുള്ള ഹിക്മത്താകുന്നു. നാലാമത്തത് എന്താ? ഹക്കിനെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതുണ്ട്. ഓരോ ഘട്ടങ്ങളായിട്ട് ഹക്കിനെ സ്ഥിരപ്പെടുത്തുക, ഓരോ പ്രാവശ്യം. അതുപോലെ ബാത്തിലിനെ എന്ത് ചെയ്യുക? അതിനെ നശിപ്പിക്കുക, ഹക്കിനെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് ആവർത്തിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ആ ഹക്ക് വിജയിക്കുമ്പോൾ ആയിരിക്കുന്ന ആ രസം നമുക്ക് ആവർത്തിച്ച് അനുഭവിക്കാൻ സാധിക്കും. ഹൃദയത്തിലേക്ക് അത് ആവേശം പകരുന്ന വിഷയമാണ്. ഓരോ വിഷയത്തിലൂടെയും ഹക്ക് ഇങ്ങനെ ഇവിടെ സ്ഥിരപ്പെടുകയാണ്. ബാത്തില്, ഹക്കല്ലാത്ത സത്യത്തിനെതിരുള്ളതായിരിക്കുന്ന അസത്യം ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിന് പ്രചോദനം നൽകും, ഹൃദയത്തിന് ആനന്ദം നൽകുന്ന കാര്യമാണ്. ഇതാണ്. മറ്റൊന്നാണെങ്കിലോ അഞ്ചാമത്തെ ഹിക്മത്ത് എന്താ? അഞ്ചാമത്തെ തഅഹുദുല്ലാഹി ഇയ്യാഹു ഇൻദസ്തിദാദിൽ ഖിസാം ബൈനഹു ബൈന അദാഇ ബിമാ യഖഫിഫു അലൈഹി ഹാദിഹി ശദായിദ്. അതായത് ശത്രുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശത്രുക്കളുമായിട്ടുള്ള തർക്കം ശക്തിയാവുന്ന സന്ദർഭത്തിൽ ഈ പ്രയാസങ്ങളൊക്കെ ലഘൂകരിച്ചു കൊടുക്കാൻ, അല്ലേ? അള്ളാഹുവിന്റെ റസൂല് നിരന്തരം ശത്രുക്കളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വിഷയത്തിലും. കാരണം അവര് അന്ന് വരേക്കും മനസ്സിലാക്കി ആദരിച്ച് ബഹുമാനിച്ചു പോന്ന അവരുടെ ചീത്ത വിശ്വാസങ്ങളെ മുഴുവനും പറിച്ചറിയാനുള്ള ശ്രമമാണ് പ്രവാചകന്മാരെ നടത്തുക. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ല എതിർപ്പുകളുണ്ടാകും, സമൂഹത്തിൽ നിന്ന് നല്ല എതിർപ്പുകളുണ്ടാകും, വിമർശനങ്ങളുണ്ടാകും, അക്രമങ്ങളുണ്ടാകും, അതുപോലെ തന്നെ കൊലപാതക ശ്രമം വരേക്കും ഉണ്ടാകും. ഇങ്ങനെ ശത്രുക്കളുമായിട്ട് തർക്കം ശക്തിയാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് ഇറക്കി കൊടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വിഷമങ്ങളൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് ലഘൂകരിക്കുക, പ്രയാസങ്ങളൊക്കെ ഒന്ന് ലഘൂകരിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതുണ്ട്. ഹൃദയത്തിനെ ഒന്ന് തസ്ബീത്ത് ചെയ്യുക. സൂറത്ത് ഹൂദിലെ ആയത്താണിത്. റസൂലുള്ളാഹിനെ ഒന്ന് സമാധാനിപ്പിക്കുക, ഒന്ന് സ്ഥൈര്യം നൽകുക. ഇതൊക്കെ ഉദ്ദേശം ഉണ്ട്. വസ്ബിർ ലിഹുക്മി റബ്ബിക ഫഇന്നക ബിഅയുനിനാ. നബിയെ ക്ഷമിച്ചിരിക്കണം, അടിയുറച്ചു നിൽക്കണം, പതറാതെ ചിതറാതെ നല്ല സ്ഥൈര്യതയോടുകൂടെ അടിയുറച്ചു നിൽക്കണം, ക്ഷമയോടുകൂടെ നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കണം എന്നുള്ള ആയത്തങ്ങ് ഇറങ്ങുക. വസ്ബിർ ലിഹുക്മി റബ്ബിക ഫഇന്നക ബിഅയുനിനാ. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാകുന്നു, നമ്മുടെ നിരീക്ഷണത്തിലാകുന്നു. അത് ഈ ആയത്ത് ഇങ്ങനെ ആയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് എന്തായി? ഒന്നുകൂടി ആവേശമായി, ഒന്നുകൂടി പ്രചോദനമായി, സമാധാനമായി, വിഷമങ്ങളൊക്കെ കുറേയായിട്ട് നീങ്ങി. വല്ലാഹു യാസിമുക മിനന്നാസ്. ഓ പ്രവാചകരെ, അള്ളാഹു നിങ്ങളെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഇങ്ങനെ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു? മനസ്സിനൊരു സമാധാനം ഉണ്ടാകുക എന്നുള്ളതാ. മനസ്സിലായില്ലേ? അതാണ് ഒന്നാമത്തെ ഹിക്മത്ത് വെച്ചാല് ഒന്നാമത്തെ ഹിക്മത്ത് റസൂലുള്ളാഹിനെ എന്ത് ചെയ്യുക? ഹൃദയത്തിനെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. അത് 5 രൂപത്തിൽ വന്നതാണ് നമ്മൾ ഇവിടെ കണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ട് പറയാന്. രണ്ടാമത്തെ ഹിക്മത്ത് കൂടി നോക്കാം. 5 ഹിക്മത്ത് ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ ഹിക്മത്ത് തന്നെ ഉള്ളതാണ് നമ്മൾ ഇത് പറഞ്ഞ 5 കാര്യങ്ങൾ. രണ്ടാമത്തെ ഹിക്മത്ത് എന്തെന്ന് ചോദിച്ചാൽ, വളർന്നു വരുന്ന തലമുറയെ സാവധാനം തെർബിയത്ത് ചെയ്യുക, ഒറ്റയടിക്ക് ഇറക്കി കൊടുക്കുക. ഇവിടെ പറഞ്ഞു വരുന്നത് എന്തിനാണ്? നമ്മൾ ഇവിടെ വിഷയം പറഞ്ഞു വരുന്നത് എന്താ? ഏത് വിഷയം പറഞ്ഞു വരുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് ഇറക്കാതെ ഘട്ടം ഘട്ടമായി ഇറക്കിയത് എന്നതിനുള്ള മറുപടിയാണ്. ഒന്നാമത്തെ ഹിക്മത്ത് നമ്മൾ പറഞ്ഞാൽ അതിൽ 5 രൂപത്തിലാണെന്ന് പറഞ്ഞു. രണ്ടാമത്തത്, ഇവിടെ ഈ മുസ്ലിം സമൂഹത്തെ എന്ത് ചെയ്യുക? അവർക്ക് ആ വിഷയം അറിഞ്ഞും അറിവ് ലഭിക്കുകയും ചെയ്യുക, അത് അറിഞ്ഞ അറിവ് പ്രാവർത്തികമാക്കിയിട്ട് നടപ്പിൽ വരുത്തുന്ന രൂപത്തിലാവുക. വലൈക്കും സലാം. കേട്ടില്ലേ? അപ്പൊ വളർന്നു വരുന്ന ഉമ്മത്ത് റസൂലുള്ളാഹിന്റെ ഈ സമൂഹത്തെ
ഇൽമു കൊണ്ടും അമല് കൊണ്ടും തർബിയത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഉമ്മത്തിനെ ഖുർആൻ മനഃപ്പാടമാക്കാൻ അവരെ സഹായിക്കുക. എന്തുകൊണ്ട് ഖുർആൻ മനഃപ്പാടാക്കാൻ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ഉമ്മത്തുകൾ എന്ന് പറഞ്ഞാലാണ് റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് ഉമ്മിയായിരുന്നു, നിരക്ഷരരായ അല്ലെ, കുറഞ്ഞ ആളുകൾ മാത്രമാണ് എഴുത്തും വായനയും പഠിച്ചവരുണ്ടായിരുന്നത്, കുറഞ്ഞ ആളുകൾ മാത്രം. അപ്പോ ഈ നിരക്ഷരരായിരിക്കുന്ന അറബി സമൂഹത്തിന് ഖുർആൻ മനഃപ്പാടമാക്കാനുള്ള ഒരു സമയം നൽകുക എന്നുള്ളതായിരുന്നു. എഴുതാനുള്ളതായിരിക്കുന്ന ആയുധങ്ങൾ അന്ന് സുലഭമായിട്ടുണ്ടായിരുന്നില്ല, കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഉണ്ടെങ്കിൽ തന്നെ അവർ ജിഹാദും അതുപോലെ തന്നെ ജീവിത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ജോലി എടുക്കണം, അത് കഴിഞ്ഞ് പിന്നെ ജിഹാദിന് പോകേണ്ടതുണ്ട്, അതുപോലെ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സമയം ലഭിച്ചിരുന്നില്ല, പിന്നെ എഴുതി വെക്കാനും പകർത്തി വെക്കാനൊന്നും സമയം ലഭിച്ചിരുന്നില്ല അവർക്ക് സ്വന്തമായിട്ടേ. അതുകൊണ്ട് തന്നെ അവർക്ക് മനഃപ്പാടമാക്കാനുള്ള ഒരു അവസരം നൽകുക എന്നുള്ള. പരിശുദ്ധ ഖുർആൻ എഴുതി വെച്ചില്ല എന്നുള്ളതല്ലോ, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് അവതരിച്ചതെന്നും എങ്ങനെ ഏത് രൂപത്തിലാണ് അവതരിച്ചത്, അപ്പോൾ അള്ളാഹുന്റെ റസൂല് എത്ര ആള് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വഹി എഴുതാനുണ്ടായിരുന്നു, ഔദ്യോഗികമായിട്ട് എത്ര ആളുണ്ടായിരുന്നു, അനൌദ്യോഗികമായിട്ട് എത്ര ആള് വഹി എഴുതിക്കൊണ്ടിരുന്നു, എങ്ങനെയൊക്കെയാണ് പിന്നെ ആ പരിശുദ്ധ ഖുർആന്റെ പിന്നെ ക്രോഡീകരണം എത്ര ഘട്ടത്തിലായിട്ടാണ്. ഇൻഷാ അല്ലാഹ് ആ കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അപ്പോ അന്നത്തെ ഉമ്മത്തിന്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് ഖുർആൻ മനഃപ്പാടമാക്കാൻ ഒരു അവസരം നൽകുക എന്നുള്ളത് കൂടി അതിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യമായിരുന്നു. മനസ്സിലായില്ലേ? അത് പിന്നെ മനഃപ്പാടമാക്കുകയും ചെയ്യുക, അത് ഗ്രഹിക്കുകയും ചെയ്യുക. മനഃപ്പാടമാക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ഗ്രഹിച്ചുകൊണ്ട് മനഃപ്പാടമാക്കുക എന്നുള്ളതാണ്. പിന്നെന്ന് വെച്ചാല് വേറൊന്ന്, അവരെ ഹൃദയത്തിൽ അടിഞ്ഞു കിടന്നിരുന്ന ചീത്ത വിശ്വാസങ്ങളൊക്കെ പറിച്ചു കളഞ്ഞ് അവിടെ അല്പാൽപമായിട്ട് ഇങ്ങനെ ഓരോരോ അന്ധവിശ്വാസങ്ങളുണ്ട്, പെട്ടെന്ന് ഒറ്റടിക്ക് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള സമീപനമല്ല പരിശുദ്ധ ഖുർആനുള്ളത്. എന്താണ് സാവധാനത്തിൽ പരിശുദ്ധ ഖുർആന് ഈ മദ്യനിരോധനം തന്നെ ഏർപ്പെടുത്തിയത് എങ്ങനെയാണ്? വളരെ ഘട്ടം ഘട്ടമായിട്ട് 3 ഘട്ടത്തിലൂടെയാണ് മദ്യനിരോധനം ഏർപ്പെടുത്തിയത്. ഇതുപോലെ ഏത് അന്ധവിശ്വാസങ്ങളും ഏത് അനാചാരങ്ങളും അവർ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ ശിർക്കൻ വിശ്വാസങ്ങൾ മുഴുവനും അല്പാൽപമായിട്ട് അവർ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ അടർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. മനസ്സിലായില്ലേ? മറ്റൊന്നെന്താണ്, അങ്ങനെ അല്പാൽപമായിട്ട് ചീത്ത വിശ്വാസങ്ങളെ അടർത്തിയെടുത്ത് ആ കിളകളെല്ലാം പറിച്ചു മാറ്റിയിട്ട് പിന്നെ ശരിയായ വിശ്വാസം കൊണ്ട് അവരെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളതായ ലക്ഷ്യമായിരുന്നു ഇങ്ങനെ അതിനുണ്ടായിരുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളായ ഈ സ്വഹാബത്തിനും അവർക്കും ക്ഷമ, മനസ്സിനൊരു ഉറപ്പ്, ക്ഷമ ഒക്കെ അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ഹൃദയം കൂടി എന്ത് ചെയ്യണം, അള്ളാഹു തആല അവർക്ക് ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ കഥകളൊക്കെ, അമ്പ്യാമുർസലുകളെ കഥകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരൊന്നുകൂടി ഉഷാറാക്കുക. പിന്നെ അവരുടെ ആ അമ്പ്യാമുർസലുകൾക്കും അവരെ അനുയായികൾക്കും അവർ ശത്രുക്കൾ മുഖേന എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടുണ്ടോ അതേ പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ടാകും എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഉണർത്തി കൊടുക്കുമ്പോൾ സഹാബത്തിനും മോമിനിങ്ങൾക്കും അവരെ അസീമത്ത്, അവരെ മനോദാർഢ്യത കൂടി, മനസ്സിന്റെ ഉറപ്പ് വർദ്ധിച്ചു, അവർക്ക് ക്ഷമ പിന്നെ കൂടുതൽ പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള പല ലക്ഷ്യങ്ങളും കൂടി പല ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു പരിശുദ്ധ ഖുർആൻ. ഇനി ഇൻഷാ അല്ലാഹ് 3ാമത്തെ ഹിക്മത്തുണ്ട്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇനി ഒരുപാട് വിഷയങ്ങൾ ഇതുമായിട്ട് തുടക്കത്തിൽ പറയാനുണ്ട്. നമുക്ക് പിന്നെ അടുത്ത് തന്നെ എന്താണ് തഫ്സീർ എന്താണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്ത്, തഫ്സീറിന്റെ നിർവചനം എന്ത്, ഉസൂൽ തഫ്സീർ എന്ന് പറഞ്ഞാൽ എന്ത്, അതുപോലെ തന്നെ പിന്നെ ആരാണ് ആദ്യമായിട്ട് തഫ്സീർ ഗ്രന്ഥത്തിന് പിന്നെ അതിന് അടിത്തറയിട്ടിരിക്കുന്നത്, പിന്നെ എന്തെല്ലാം സേവനങ്ങളാണ് പരിശുദ്ധ ഖുർആന്റെ പിന്നെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ അള്ളാഹു ഏർപ്പെടുത്തിയത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറയുന്ന ഒരു തുടക്കം മാത്രം പിന്നെ തുടങ്ങി വെച്ചു എന്നേ ഉള്ളൂ. വിശദമായ പഠനം അർഹിക്കുന്ന, വിശദമായ പിന്നെ മനനം അർഹിക്കുന്നതായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ സാവധാനത്തിൽ മാത്രമേ നമുക്കൊക്കെ പിന്നെ ഇത് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം ഇതിന്റെ ബാക്കി നമ്മൾ പൂർത്തീകരിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുകളിലേക്ക് സാവധാനമായിട്ട് കടക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ ഇവിടെ നമ്മുടെ നിങ്ങളെല്ലാവരും ഇവിടെ ആവശ്യപ്രകാരം പോലെ തന്നെ
ഇനി ഒരു ഗ്ലാസ് താരീഖിൽ എടുക്കുക, ഒരു ഗ്ലാസ് തഫ്സീറിൽ എടുക്കുക. അങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം താരീഖ്, 2-3 പ്രാവശ്യം തഫ്സീറിൽ ആയിട്ട് മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത് തന്നെ ഒന്ന് താരീഖും തുടങ്ങിയേക്കാം. താരീഖ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ചരിത്രം എന്ന് പറയുമ്പോൾ അറബിക ചരിത്രം, അറബികളുടെ ചരിത്രം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അറബികളുടെ ചരിത്രം, ഇസ്ലാമിന് മുമ്പുള്ള അവരുടെ അവസ്ഥ നാം ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാം പരിശുദ്ധ ഇസ്ലാം ഇവരിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് നമുക്കറിയാൻ സാധിക്കുള്ളൂ. അറബികളുടെ അവരുടെ അവസ്ഥാവിശേഷങ്ങൾ, അവരുടെ കബീലകൾ, അവരുടെ വീടുകുടികൾ, അവരുടെ ജീവിത രീതികൾ, അവരുടെ സഞ്ചാരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമുക്ക് സാവധാനത്തിൽ പഠന വിധേയമാക്കാം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മൈക്കൽ ലിസിനു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.